ഹലോ എവറി വൺ, വെൽക്കം ടു പ്രണീത അതർ സി ട്യൂട്ടോറിയൽ. അപ്പോൾ നമ്മൾ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് 3 ചാപ്റ്റേഴ്സ് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ ഞാൻ ഇറിഗേഷൻ്റെ ഒരു അസിസ്റ്റൻറ്റ് എഞ്ചിനീയറുടെ എക്സാം നടന്നതിൻ്റെ ഫുൾ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ജിയോ ടെക്നിക്കലിൻ്റെ 4th ചാപ്റ്ററാണ്, പ്ലാസ്റ്റിസിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോയിൽ. അപ്പോൾ നമുക്ക് അധികം സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ കണ്ടിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ആ ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പോൾ ഞാൻ അപ്പം വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം. പ്ലാസ്റ്റിസിറ്റി ക്യാരക്ടറിസ്റ്റിക് ഓഫ് സോയിൽ. അപ്പോൾ പ്ലാസ്റ്റിസിറ്റി സോയിൽ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അതിൽ ക്ലേ മിനറൽസ് ഉള്ളതുകൊണ്ടാണ്. ക്ലേ മിനറൽസിൻ്റെ ഉള്ളിലായിട്ട് വാട്ടർ അതിൽ എബ്സോർബ്ഡ് ആയിട്ട് കിടക്കുന്നുണ്ട്. എബ്സോർപ്ഷൻ അല്ല, എഡ്സോർപ്ഷനാണ്. ഓക്കെ, എഡ്സോർബായിട്ട് കിടക്കുന്നുണ്ട്. അപ്പം ഈ വാട്ടർ മോളിക്യൂൾസ് ഡൈപോളറാണ്. അതിൽ പോസിറ്റീവും നെഗറ്റീവും ചാർജ് ഉണ്ട്. ക്ലേ മിനറൽസിൽ നെഗറ്റീവ് ചാർജും ഉണ്ട്. അപ്പം ഇത് കാരണം ഇത് തമ്മിലൊരു എഡ്സോർപ്ഷൻ ഉണ്ടാകും. അപ്പോൾ ഈ ക്ലേ മിനറൽസിൻ്റെ ഉള്ളിലായിട്ട് ഈ വാട്ടർ മോളിക്യൂൾസ് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അത് കാരണമാണ് ഈ ഫൈൻഡ് ഗ്രെയിൻഡ് ആയിട്ടുള്ള ഒരു സോയിലിന് പ്ലാസ്റ്റിസിറ്റി ക്യാരക്ടറിസ്റ്റിക്, അതായത് ഒരു പ്ലാസ്റ്റിക് ആയിട്ട് ഒരു മോൾഡബിൾ ആയിട്ട് അത് നിൽക്കുന്നതിൻ്റെ കാരണം ഇതാണ്. അപ്പോൾ നമുക്ക് കൺസിസ്റ്റൻസി ഓഫ് സോയിൽ, ഒരു വാക്ക് കേട്ടിട്ടുണ്ടാകും കൺസിസ്റ്റൻസി. അതെന്താണെന്ന് നോക്കാം. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ എത്ര ഫേം ആണ് സോയിൽ എന്നുള്ളതാണ്. അതിൻ്റെ ഡിഗ്രി ഓഫ് ഫേംനെസ് ആണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പോൾ എറ്റോബർഗ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് 4 സ്റ്റേറ്റിൽ സോയിലിനെ വെച്ചിട്ടുണ്ട്. ലിക്വിഡ്, പ്ലാസ്റ്റിക്, സെമി സോളിഡ്, സോളിഡ്, അങ്ങനെ 4 സ്റ്റേറ്റിൽ സോയിൽ എക്സിസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിൽ നിന്ന് ഒരു സ്റ്റേറ്റിൽ നിന്ന്, ഇപ്പോൾ ലിക്വിഡിൽ നിന്ന് പ്ലാസ്റ്റിക്കിലേക്ക്, അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൽ നിന്ന് സെമി സോളിഡിലേക്ക്, അല്ലെങ്കിൽ സെമി സോളിഡിൽ നിന്ന് സോളിഡിലേക്ക്, അങ്ങനെ ഒരു ഫേസ് ചേഞ്ച് ചെയ്യുന്ന ഒരു വാട്ടർ കണ്ടന്റ് ഉണ്ടാവുമല്ലോ. ഒരു പെർട്ടിക്കുലർ വാട്ടർ കണ്ടൻറ്റിലായിരിക്കുമല്ലോ ആ ഫേസ് ചേഞ്ച് ഒക്കെ ചെയ്യുക. ആ ഒരു വാട്ടർ കണ്ടൻറ്റിനെ എറ്റോബർഗ് വിളിച്ചേക്കുന്ന പേരാണ് എറ്റോബർഗ്സ് ലിമിറ്റ്, അല്ലെങ്കിൽ കൺസിസ്റ്റൻസി ലിമിറ്റ്സ് എന്ന്. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനൊരു പിക്ചർ ഉണ്ട്. അപ്പോൾ വാട്ടർ കണ്ടൻറ്റ് നമ്മൾ ആബ്സിസയിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്, വോള്യൂം നമ്മൾ ഓർഡിനേറ്റിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് ഈ പിക്ചറിൽ നിന്ന് തന്നെ ക്ലിയർ ആണ് സോളിഡ് സ്റ്റേറ്റ് 4 സ്റ്റേറ്റിലാണ് ഉള്ളത്. ആദ്യം തന്നെ വാട്ടർ മാക്സിമം ഉണ്ടാവുക ലിക്വിഡ് സ്റ്റേറ്റിലാണ്. എന്നിട്ട് വാട്ടർ കുറച്ച് കുറയുമ്പം അത് പ്ലാസ്റ്റിക് സ്റ്റേറ്റിലേക്ക് എത്തും. അതിനനുസരിച്ച് തന്നെ വോള്യൂം കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെ. അപ്പം അത് കുറച്ച് കഴിഞ്ഞിട്ട് വാട്ടർ കണ്ടൻറ്റ് കുറയുമ്പം സെമി സോളിഡ് സ്റ്റേറ്റിലെത്തും. അപ്പോഴും വോള്യൂം കുറയുന്നുണ്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ട് സോളിഡ് സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ വോള്യൂം കോൺസ്റ്റൻ്റ് ആണ്. അതായത് WS എന്ന് പറയുന്നത് ഷ്രിങ്കേജ് ലിമിറ്റാണ്. അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ആ ഷ്രിങ്കേജ് ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വോള്യൂം കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. അതായത് വോള്യൂം കോൺസ്റ്റൻ്റ് ആണ് ഷ്രിങ്കേജ് ലിമിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുവരെ നമ്മൾക്ക് വാട്ടർ കണ്ടൻറ്റ് കുറയുന്നതിനനുസരിച്ച് നമ്മളെ വോള്യൂം കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഷ്രിങ്കേജ് ലിമിറ്റ് ഉണ്ടല്ലോ, ഈ ഒരു ലിമിറ്റിൽ നമ്മുടെ സോയിലിൻ്റെ ഉള്ളിൽ, ഇതാണ് സോയിലെങ്കിൽ അതിൽ വാട്ടർ കണ്ടൻറ്റ് ഉണ്ടാകും ഫുള്ളി സാച്ചുറേറ്റഡ് ആയിട്ട് തന്നെ. പക്ഷേ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അതേ ഒരു വോള്യത്തിൽ സോയിലിൻ്റെ സോളിഡ് പാർട്ടിക്കിൾസ് ഉണ്ടാവും. ബാക്കിയുള്ള ഈ വോള്യൂം ഉണ്ടല്ലോ, വാട്ടർ ഫില്ല് ചെയ്തിരിക്കുന്ന വോള്യൂം, അവിടെ എയർ ആണ് ഫില്ല് ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ സ്റ്റേറ്റിലാണ് സോളിഡിൽ ഉണ്ടാവുക. അപ്പം വോള്യൂം കോൺസ്റ്റൻ്റ് ആയിരിക്കും ഷ്രിങ്കേജ് ലിമിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഫേംനെസ്, ഡിഗ്രി ഓഫ് ഫേംനെസ് ആണല്ലോ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പം അതിൽ എങ്ങനെയാണ് ലിക്വിഡ് സ്റ്റേറ്റിൽ ഒരു സൂപ്പ് പോലെ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ഒരു പ്ലാസ്റ്റിക് സ്റ്റേറ്റ് എത്തുമ്പോൾ ഒരു സോഫ്റ്റ് ബട്ടർ പോലെ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ സെമി സോളിഡ് സ്റ്റേറ്റ് എത്തുമ്പോൾ ചീസ് പോലെ ആയിരിക്കും ഉണ്ടാവുക. സോളിഡ് സ്റ്റേറ്റ് എത്തുമ്പം ഈ സോയിലൊരു ഹാർഡ് ക്യാൻഡി, ഒരു നമ്മുടെ എന്ത് മിഠായിയാണ്, ഈ 50 പൈസക്കൊക്കെ മേടിക്കുന്നൊരു മിഠായി ഇല്ലേ, അങ്ങനത്തെ ഒരു മിഠായി പോലെയാണ് ഉണ്ടാവുക. അതാണ് ഹാർഡ് ക്യാൻഡി. പിന്നെ നമുക്ക് ലിക്വിഡ് ലിമിറ്റ് എന്താണെന്ന് നോക്കാം. ഇതിനൊക്കെ ഉള്ള ഈ ഒരു ഫേസ് ചേഞ്ച് ചെയ്യുന്ന ലിമിറ്റ്സിനെയാണ് എറ്റോബർഗ് ലിമിറ്റ്സ് അല്ലെങ്കിൽ കൺസിസ്റ്റൻസി ലിമിറ്റ് എന്ന് പറയുക. അതല്ല ലിക്വിഡ് ലിമിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് മാറുകയാണ് പ്ലാസ്റ്റിക് സ്റ്റേറ്റിലേക്ക്. ആ ഒരു വാട്ടർ കണ്ടൻറ്റ് ചേഞ്ച് ചെയ്യുന്ന ആ സ്ഥലത്തുള്ള വാട്ടർ കണ്ടൻറ്റിനെയാണ് നമ്മൾ ലിക്വിഡ് ലിമിറ്റ് എന്ന് പറയുക. അപ്പം വാട്ടർ കണ്ടൻറ്റ്, ഈ ഇങ്ങനെ ഞാൻ റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നതൊക്കെ വാട്ടർ കണ്ടൻറ്റ് തന്നെയാണ് കേട്ടോ. അപ്പം വാട്ടർ കണ്ടൻറ്റ് അറ്റ് വിച്ച് സോയിൽ സീസസ് ടു ബി എ ലിക്വിഡ്, ഇറ്റ്സ് നോ ലോങ്ങർ എ ലിക്വിഡ്. ആ ഒരു വാട്ടർ കണ്ടൻറ്റിനെയാണ് നമ്മൾ പറയുക ലിക്വിഡ് ലിമിറ്റ് എന്ന്. ഇനി പ്ലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറഞ്ഞാലോ, പ്ലാസ്റ്റിക് സ്റ്റേറ്റിൽ നിന്ന് സെമി സോളിഡ് സ്റ്റേറ്റിലേക്ക് മാറ്റുന്ന ഒരിത്.
അപ്പം വാട്ടർ കണ്ടൻറ്റ് എച്ച് വിത്ത് സോയിൽ ജസ്റ്റ് ഫീൽസ് ടു ബിഹേവ് പ്ലാസ്റ്റിക്കലി. അപ്പോൾ അതാണ് പ്ലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ IP എന്ന് പറയുന്നൊരു ടേം ഉണ്ട്, പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ WL - WP ആണ്. അപ്പം WL എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ലിമിറ്റ് മൈനസ് WP എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് ലിമിറ്റ്. അപ്പോൾ WL - WP ആണ് IP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതെന്താണ് അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്? WL - WP എന്ന് പറഞ്ഞാൽ ഈ ഒരു റേഞ്ചാണ്. അതായത് എത്ര പ്ലാസ്റ്റിക്കായിട്ട് അത് നിൽക്കുന്നുണ്ട് എന്നാണ് അതിനർത്ഥം വയ്ക്കുന്നത് അല്ലേ. അപ്പോൾ IP പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ്, അതായത് പ്ലാസ്റ്റിസിറ്റിയുടെ ഒരു മെഷറാണത്. അത് എന്തായിരിക്കും? അപ്പം WL - WP ആയിരിക്കും. കാരണം എത്രമാത്രം പ്ലാസ്റ്റിക്കായിട്ട് ഇത് ബിഹേവ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഈ ഒരു റേഞ്ചാണ്. അപ്പം IP കൂടുമ്പോൾ പ്ലാസ്റ്റിക്കായിട്ട് ബിഹേവ് ചെയ്യുന്ന റേഞ്ച് കൂടുകയാണ് അല്ലേ. അപ്പോൾ അതാണ് അങ്ങനെ. ഇനി ഷ്രിങ്കേജ് ലിമിറ്റിനെ WS വെച്ച് റെപ്രസെൻറ്റ് ചെയ്യും. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ളി സാച്ചുറേറ്റഡ് ആയിട്ട് സോയിൽ നിൽക്കുന്ന ഏറ്റവും ലോവസ്റ്റ് വാട്ടർ കണ്ടൻറ്റ് ആണ്. ഓക്കെ, ഇറ്റ് ഈസ് ദ ലോവസ്റ്റ് വാട്ടർ കണ്ടൻറ്റ് ഇൻ വിച്ച് സോയിൽ ഇസ് ഫുള്ളി സാച്ചുറേറ്റഡ്. ഇനി നമ്മൾക്ക് ഇതിൻ്റെ കുറച്ച് ടെസ്റ്റുകളുണ്ട്, അതിനെക്കുറിച്ച് ബ്രീഫായിട്ട് എന്താണെന്ന് നോക്കാം. അതിൽ തന്നെ ലിക്വിഡ് ലിമിറ്റിനെ നമുക്ക് കാസാഗ്രാൻഡീസ് അപ്പാരറ്റസും കോൺ പെനിട്രേഷൻ മെത്തേഡും വെച്ചിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ കാസാഗ്രാൻഡീസ് അപ്പാരറ്റസ് വെച്ചിട്ട് ചെയ്യുന്നതാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ ഇതാണ് കാസാഗ്രാൻഡീസ് അപ്പാരറ്റസ്. ഒരു ബ്രാസ് കപ്പിൽ നമ്മൾ സോയിൽ ഇടുകയാണ് ചെയ്യുന്നത്. അതിലൊരു ഹാൻഡിൽ വെച്ചിട്ട് നമ്മൾ ഇതിങ്ങനെ തിരിക്കും, ഈ ഒരു കപ്പ്. അപ്പം അത് ഇങ്ങനെ റൈസ് ആൻഡ് ഫോൾ മെക്കാനിസം ഉണ്ടാവും. അപ്പം അത് വെച്ചിട്ട് നമ്മൾക്ക് ഈ ഒരു സ്ക്രൂ ഉണ്ട് ഇവിടെ, അത് വെച്ചിട്ട് നമ്മൾക്ക് ഇതിൻ്റെ ഹൈറ്റ് ഓഫ് ഫോള് നമുക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പോൾ റബ്ബർ ബ്ലോക്കിൻ്റെ മുകളിൽ ഈ ഹാൻഡിൽ വെച്ച് നമ്മൾ തിരിക്കുമ്പോൾ ഈ ബ്രാസ് കപ്പ് വീഴുകയാണ്. അപ്പോൾ അതിലുള്ള സോയിൽ നമ്മൾ നടുവിലൊരു ഗ്രൂവ് ഉണ്ടാക്കും. ആ ഗ്രൂവ് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു 2 ടൂളുണ്ട് അതിനായിട്ട്. ഗ്രൂവിങ് ടൂൾ എന്ന് പറഞ്ഞിട്ട് കാസാഗ്രാൻഡി ടൂൾ എന്നും ASTM ടൂൾ എന്നും പറഞ്ഞ് 2 ടൂളുണ്ട്. കാസാഗ്രാൻഡി ടൂൾ എന്ന് പറയുന്നത് നോർമൽ ഫൈൻ ഗ്രെയിൻഡ് സോയിലിന് യൂസ് ചെയ്യാൻ പറ്റും. ASTM ടൂൾ സാൻഡി ഫൈൻ ഗ്രെയിൻഡ് സോയിലിനും യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ടൂൾസിൽ ഏതെങ്കിലും വെച്ചിട്ട് നമ്മൾ ഒരു ഗ്രൂവ് ഉണ്ടാക്കുകയാണ്. 1 സെൻറ്റിമീറ്റർ ഉള്ളൊരു ഗ്രൂവ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമ്മൾ ഹൈറ്റ് ഓഫ് ഫോള് 1 സെൻറ്റിമീറ്റർ വെച്ചിട്ട് നമ്മൾ ഇത് റബ്ബർ ബ്ലോക്കുമിൽ ഈ ഒരു ഹാൻഡിൽ വെച്ച് തിരിച്ചിട്ട് ഇതിനെ 2 റെവല്യൂഷൻസ് പെർ സെക്കൻഡ് എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ സോയിലിന് ഫോൾ ഏൽപ്പിക്കുമ്പം അതിൻ്റെ ആ ഒരു ബോട്ടം ലൈന് ടച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ആക്കിയെടുക്കണം. അപ്പോൾ എത്രമാത്രം ഫോൾ ഉണ്ട്, എത്ര വാട്ടർ കണ്ടൻറ്റിൽ എത്ര ഫോൾ എടുക്കുന്ന അതൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഈ ഒരു ലിക്വിഡ് ലിമിറ്റിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് 120 gram ഓഫ് എയർഡ്രൈഡ് സോയിൽ സാമ്പിൾ നമ്മൾ 425 മൈക്രോൺ ISCവിലൂടെ നമ്മൾ പാസ് ചെയ്യിക്കുകയാണ്. അപ്പോൾ ആ പാസ് ചെയ്ത ഫ്രാക്ഷൻ നമ്മൾ നല്ലൊരു യൂണിഫോം പേസ്റ്റ് ആക്കും, വാട്ടറുമായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ 1 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഓഫ് ഫോളിൽ നമ്മളത് സോയിലിനെ ഫോൾ ചെയ്യിക്കും. 2 revolution per secondലാണ് നമ്മൾ ഹാൻഡിൽ ടേൺ ചെയ്യുന്നത്. ഡ്രോപ്പ് 1 സെൻറ്റിമീറ്റർ ആണ്. അത് നമ്മൾ സ്ക്രൂ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. It is done until 2 parts of soil sample comes into contact at the bottom of the groove along a distance of 12 mm. അപ്പോൾ വാട്ടർ കണ്ടൻറ്റ് കറസ്പോണ്ടിങ് ടു 25 blows ആണ് നമ്മുടെ ലിക്വിഡ് ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എത്ര ഒരു വാട്ടർ കണ്ടൻറ്റ് നമ്മളിത് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ സോയിലിൽ വെള്ളം മിക്സ് ചെയ്യുക, ആ വെള്ളം എത്ര വാട്ടർ കണ്ടൻറ്റ് ഉള്ളത് നമുക്കറിയാം. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്ര നമ്പർ ഓഫ് ബ്ലോസ് വരുമ്പം അതിങ്ങനെ അടിയിൽ യോജിക്കും, ഈ ഗ്രൂവ് ഫില്ലാവും ബോട്ടത്തിൽ. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ നമ്പർ ഓഫ് ബ്ലോസ് എത്തുമ്പം ഇത് ഈ ഗ്രൂവ് ക്ലോസ് ആവും. അപ്പം നമ്മൾ അങ്ങനെ വാട്ടർ കണ്ടൻറ്റ് മാറ്റി ഇങ്ങനെ ചെയ്ത് നോക്കുക. അപ്പോൾ 25 ബ്ലോസിൽ ഈ ഗ്രൂവ് താഴെ ബോട്ടത്തിൽ കട്ടാവണം. അപ്പോൾ നമുക്ക് കൃത്യം അങ്ങനെ 25 ബ്ലോസിൽ തന്നെ അത് ഗ്രൂവ് അടിയിൽ ബോട്ടത്തിൽ ഫില്ലായി നിൽക്കും, അങ്ങനെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്കൊരു കേർവ് വരയ്ക്കണം. ആ കേർവിൽ നമ്മൾ 25 ബ്ലോസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാട്ടർ കണ്ടൻറ്റിനെ നമ്മൾ ലിക്വിഡ് ലിമിറ്റാക്കി എടുക്കും. അപ്പോൾ പല ബ്ലോസിലും ആയിരിക്കും നമ്മൾ ഈ ബോട്ടം ഫില്ലാവുക. അപ്പോൾ ഒരു 25 ബ്ലോസിൽ എത്ര വാട്ടർ കണ്ടൻറ്റ് ആണ് ഉള്ളത് എന്നുള്ളത് നോക്കും. അതാണ് നമ്മുടെ ലിക്വിഡ് ലിമിറ്റ്. അപ്പം ലിക്വിഡ് ലിമിറ്റിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിക്വിഡ് പോലെ ആയിരിക്കും ഈ സോയിൽ ബിഹേവ് ചെയ്യുക. അതായത് ആ ലിമിറ്റാണത് ലിക്വിഡ് പോലെ ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഷിയർ സ്ട്രെങ്ത് വളരെ കുറവായിരിക്കും. 2.7 kN/m² ആണ് ഷിയർ സ്ട്രെങ്ത് അറ്റ് ലിക്വിഡ് ലിമിറ്റ് മോസ്റ്റ് ഓഫ് ദ സോയിൽസിനും. ഓക്കെ, അപ്പോൾ അതാണുള്ളത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് എളുപ്പമാണ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് പ്ലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക്കലി ബിഹേവ് ചെയ്യുകയാണ്, അതിൻ്റെ അറ്റം ലിമിറ്റ്. അപ്പം നമ്മളിത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക്കായിട്ട് നമുക്ക് നന്നായിട്ട് മോൾഡ് ചെയ്യാൻ പറ്റും അല്ലേ സോയിലിനെ. അപ്പം അതിൻ്റെ എക്സ്ട്രീമാണ്, അതായത് എൻഡാണ് ഇവിടെ. അപ്പം
water content at which the soil can be rolled into a thread of 3 mm without crumbling is called plastic limit. നമ്മളൊരു ത്രെഡ് എടുക്കുക, ഈ 425 മൈക്രോൺ സീവാണ് ഇവിടെ എല്ലാ സ്ഥലത്തും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിലൂടെ നമ്മൾ സോയിൽ പാസ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഒരു വാട്ടർ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു എന്താ പറയുക മോൾഡ് ചെയ്ത് എടുക്കുകയാണ്. ഒരു ചെറിയൊരു വയറ് പോലെ നമ്മൾ ഈ സോയിലിനെ ഇങ്ങനെ റോൾ ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ റോൾ ചെയ്തെടുക്കുമ്പോൾ ഒരു ത്രെഡ് ഉണ്ടാക്കുകയാണ്. അതിൻ്റെ 3 mm ഡയമീറ്റർ വരെ അത് എത്തിക്കുകയാണ് നമ്മൾ. അപ്പോൾ ആ സ്ഥലത്ത് അത് ക്രംബിൾ ചെയ്യുന്നില്ല. അതിൻ്റെ ആ ഒരു മാക്സിമം ലിമിറ്റ് വിത്തൗട്ട് ക്രംബ്ലിങ്, ആ ലിമിറ്റുള്ള വാട്ടർ കണ്ടൻറ്റിനെയാണ് നമ്മൾ പ്ലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പം ഷിയർ സ്ട്രെങ്ത് പ്ലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത് കുറച്ച് ഹയർ ആയിരിക്കും. ഷ്രിങ്കേജ് ഇവിടെ ലിക്വിഡ് ലിമിറ്റിൽ ഉണ്ടായിരുന്നത് എത്രയായിരുന്നു? 22.7 kN/m² ആണ് അവിടുത്തെ ഷിയർ സ്ട്രെങ്ത്. പക്ഷേ ഇവിടെ അതിൻ്റെ 100 ടൈംസ് ഉണ്ടാവും. അപ്പോൾ 100 ടൈംസ് ഓഫ് ഷിയർ സ്ട്രെങ്ത് അറ്റ് ലിക്വിഡ് ലിമിറ്റാണ് ഇവിടുത്തെ ഷിയർ സ്ട്രെങ്ത് അറ്റ് പ്ലാസ്റ്റിക് ലിമിറ്റ്. ഓക്കെ, ഇനി അടുത്തത് ഷ്രിങ്കേജ് ലിമിറ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഷ്രിങ്കേജ് ലിമിറ്റ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇതിലൊരു ഡെറിവേഷനൊക്കെ ഉണ്ട്. അത് കാണുമ്പോൾ കുറച്ച് പേടിയൊക്കെ ആകും, പക്ഷേ ഭയങ്കര സിമ്പിൾ ഡെറിവേഷനാണ്. അപ്പോൾ ഞാൻ പറയുന്നതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പം നമുക്ക് ഷ്രിങ്കേജ് ലിമിറ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്താണ് നമ്മൾ നോക്കേണ്ടത്? വാട്ടർ കണ്ടൻറ്റ് വോളിയം കോൺസ്റ്റൻ്റ് ആണ് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം സ്മോളസ്റ്റ് വാട്ടർ കണ്ടൻറ്റ് അറ്റ് വിച്ച് സോയിൽ ഇസ് സാച്ചുറേറ്റഡ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു സോയിൽ ഫുള്ളി സാച്ചുറേറ്റഡ് ആയി നിൽക്കും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാട്ടറുള്ള സ്ഥലത്തൊക്കെ എയർ ഫില്ല് ചെയ്യും. അപ്പം വോളിയം കോൺസ്റ്റൻ്റ് ആണ് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം ഈ ഒരു ഷ്രിങ്കേജ് ലിമിറ്റ് എന്നുള്ള പേരിൽ നിന്ന് തന്നെ എന്ത് മനസ്സിലാക്കാം? ഷ്രിങ്കേജ് സീസ് ചെയ്യും, അതായത് ഷ്രിങ്കേജ് സ്റ്റോപ്പ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടൊരു സോളിഡ് പോലെയാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അറ്റ് ദിസ് വാട്ടർ കണ്ടൻറ്റ് ഷ്രിങ്കേജ് സീസസ്. അപ്പോൾ ഇങ്ങനെയൊരു പിക്ചർ ഇതൊന്ന് ഓർത്ത് വെച്ചാൽ മാത്രം മതി ഇതിൽ. അപ്പോൾ സ്റ്റേജ് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സാധാരണ ഒരു എന്താ പറയുക, വെള്ളം ഫില്ല് ചെയ്ത് നിൽക്കുകയാണ്. ബാക്കി ഒരു സോയിലിൻ്റെ സോളിഡ് സ്റ്റേറ്റ് ഉണ്ട്, അതിൻ്റെ മുകളിൽ വെള്ളം ഫില്ല് ചെയ്ത് നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് സ്റ്റേജ് 2 ആണ് നമ്മുടെ ഷ്രിങ്കേജ് ലിമിറ്റായിട്ട് നമ്മൾ സങ്കല്പിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ വെള്ളം കുറഞ്ഞിട്ടുണ്ട്, V1 - V2 എന്ന് പറഞ്ഞിട്ട് വെള്ളം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഉള്ള വോള്യം എത്രയാണ്? V2 ആണ് വോള്യം. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റേജ് 3 എത്തുമ്പോഴും അത്ര തന്നെയാണ് വോള്യം. അതിനെ നമ്മൾ സ്റ്റേജ് 3 ആയതുകൊണ്ട് V3 ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത് പക്ഷേ V2-ന് ഈക്വൽ ആണ്. അതാണ് V3 = V2 എന്നിട്ടത്. അപ്പം മാസ് ഓഫ് സോളിഡ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്. പക്ഷേ വാട്ടറിൻ്റെ സ്ഥലത്ത് ഇവിടെ നമ്മൾക്ക് എയർ ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണുള്ളത്. M1 M2 M3 എന്ന് പറഞ്ഞാൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട് ടോട്ടൽ ഉള്ളത്. പിന്നെ അതേമാതിരി നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ വോള്യൂംസും റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് എത്രമാത്രം ലോസ് ഓഫ് വാട്ടർ ഇവിടെ സ്റ്റേജ് 1-ൽ നിന്ന് സ്റ്റേജ് 2 വരുമ്പോൾ ഉണ്ടാകും? V1 - V2 ആണ് ആ വോള്യത്തിലെ കുറവ്. അപ്പോൾ ഇൻറ്റു ρW ആയിരിക്കും ആ വെള്ളത്തിൻ്റെ ലോസ് അല്ലേ, മാസ് ഓഫ് വാട്ടർ ലോസ്റ്റ് V1 - V2 ഇൻറ്റു ρW ആയിരിക്കും. അപ്പം നമ്മൾക്ക് ഈ ഒരു ഇവിടെ ഉണ്ടാവുന്ന ഈ വാട്ടർ എത്ര ഉണ്ടായിരിക്കും? ഇവിടെ ഉണ്ടായിരുന്ന വാട്ടറിൽ നിന്ന് ഈ ഒരു ചെറിയ ലോസ് മൈനസ് ചെയ്താൽ നമുക്ക് ഇവിടെ എത്ര വെള്ളം ഉണ്ടെന്നുള്ളത് കിട്ടും അല്ലേ. അപ്പം വാട്ടർ കണ്ടൻറ്റ് ഇൻ സ്റ്റേജ് 2 എന്ന് പറയുന്നത് ഇവിടെയുള്ള വെയിറ്റ് ഓഫ് വാട്ടർ അല്ലെങ്കിൽ മാസ് ഓഫ് വാട്ടർ ബൈ മാസ് ഓഫ് സോളിഡ് ആണ്. അപ്പം മാസ് ഓഫ് വാട്ടർ എങ്ങനെ കണ്ടുപിടിക്കണം? ഈ ആദ്യത്തെ സ്റ്റേജ് 1-ൽ നിന്ന് ഈ ഒരു ലോസ് ഇവിടെ V1 - V2 ഇൻറ്റു ρW എന്ന് പറയുന്ന ആ ലോസ് മൈനസ് ചെയ്യണം. അപ്പം M1 - MS എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഈ ഒരു മാസ് ഓഫ് വാട്ടർ, അതാണ് M1 - MS എന്ന് പറയുന്നത്. അതിൽ നിന്ന് നമ്മൾ V1 - V2 ഇൻറ്റു ρW മൈനസ് ചെയ്താൽ ഇവിടെ എത്ര വാട്ടർ ഉണ്ട്, വെയിറ്റ് ഓഫ് അല്ലെങ്കിൽ മാസ് ഓഫ് വാട്ടർ ഇവിടെ ഉള്ളത് കിട്ടും, ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോളിഡ്. അപ്പം നമ്മൾ M1 - MS ബൈ MS എന്ന് പറയുന്നത് എന്താ? സ്റ്റേജ് 1-ലെ വാട്ടർ കണ്ടൻറ്റ് ആണ്. അപ്പോൾ ദാറ്റ് ഈസ് WI സ്റ്റേജ് 1 മൈനസ് V1 - V2 ρW ബൈ MS. അപ്പോൾ ഇതാണ് ഷ്രിങ്കേജ് ലിമിറ്റിൻ്റെ ഇക്വേഷൻ. അപ്പം നമ്മൾക്ക് ഇതിന് വേറൊരു രീതിയിലും ഇതിന് നമുക്ക് ഡെറിവേഷൻ കണ്ടുപിടിക്കാം. അതായത് ഷ്രിങ്കേജ് ലിമിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റേജിൽ ഇത് നമ്മൾക്ക് VS ആണ്, വോള്യൂം ഓഫ് സോളിഡ് ആണ് ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് അല്ല. ഇത്ര വാല്യൂ എന്ന് പറയുന്നത് സോളിഡ് നിൽക്കുന്ന സ്ഥലമാണ്. V2 - VS ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വോള്യം എത്രയാണെന്ന് കിട്ടും. ഇൻറ്റു ρW ചെയ്താൽ എത്ര വെള്ളത്തിൻ്റെ മാസ് കിട്ടും നമുക്ക്. ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോളിഡ് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് ഷ്രിങ്കേജ് ലിമിറ്റ് കിട്ടും അല്ലേ. അപ്പം നമ്മൾക്ക് അതിന് നമ്മൾ രണ്ടാക്കി മാറ്റാം. അതായത് V2 ρW ബൈ MS-ഉം VS ρW ബൈ MS എന്നാണ് 2 ടേം ആക്കി മാറ്റാം. അപ്പം നമുക്ക് G എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ρS ബൈ ρW ആണ്.
അപ്പം ജി എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഗ്രാവിറ്റി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇത് താഴോട്ടേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ MS/V2 MS/V2 എന്ന് പറയുന്നത് എന്താണ്? ഡ്രൈ ഡെൻസിറ്റിയാണ്. അതായത് മാസ് ഓഫ് സോളിഡ് ഡിവൈഡഡ് ബൈ V2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വോള്യൂം എടുക്കുക, അപ്പം ഡ്രൈ വോള്യൂം ആണത്. അപ്പം അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ρD ആണ്, ഡ്രൈ ഡെൻസിറ്റി, മൈനസ് ഇവിടെ നമ്മൾക്ക് ഈ MS/VS ഉണ്ടല്ലോ, അതിനെ എന്താക്കി എഴുതാൻ നോക്കാം. അപ്പം G എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ρS/ρW ആണ്. അപ്പോൾ ρS/ρW എന്ന് പറഞ്ഞ് എടുക്കുന്ന സമയത്ത് ഈ MS/VS എന്ന് പറഞ്ഞാൽ എന്താ? ρS ആണ്, ഡെൻസിറ്റി ഓഫ് സോയിൽ സോളിഡ്സ്. അപ്പം നമ്മൾക്ക് അതിനെ അപേക്ഷിച്ചിട്ട് നമുക്ക് എഴുതാം ρS/ρW എന്ന് പറഞ്ഞാൽ എന്ത് വരും? G വരും. അപ്പോൾ 1/G വരും ഈ ഒരു ടേം. അപ്പോൾ അങ്ങനെ ഇത് അതേമാതിരി തന്നെ ρD/ρW എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ഇങ്ങോട്ട് താഴോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ρD/ρW എന്ന് പറഞ്ഞാൽ GM ആണ്, മാസ് സ്പെസിഫിക് ഗ്രാവിറ്റി. അപ്പം ഡ്രൈ സ്റ്റേറ്റിലുള്ള മാസ് സ്പെസിഫിക് ഗ്രാവിറ്റിയാണത്. അപ്പം നമുക്ക് ഷ്രിങ്കേജ് ലിമിറ്റിനെ നമ്മൾ WSനെ 1/GM - 1/G എന്ന് എഴുതാം. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷനാണ്. ഡെറിവേഷൻ പഠിക്കണമെന്നില്ല, ഇത് മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഷ്രിങ്കേജ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഷ്രിങ്കേജ് റേഷ്യോ എന്ന് പറഞ്ഞാൽ രണ്ട് സാധനങ്ങൾ തമ്മിലുള്ള റേഷ്യോ ആണ്. അപ്പോൾ വോള്യത്തിൻ്റെ ഷ്രിങ്കേജ് വിത്ത് റെസ്പെക്ട് ടു ഡ്രൈ വോള്യം ഡിവൈഡഡ് ബൈ വാട്ടർ കണ്ടൻറ്റിൻ്റെ ചേഞ്ച്, അതാണ് ഷ്രിങ്കേജ് റേഷ്യോ എന്ന് പറയുന്നത്. V1 - V2/VD/W1 - W2 ഇതെന്ന് പറഞ്ഞാൽ വാട്ടർ കണ്ടൻറ്റ് ആണ്. അപ്പം നമ്മൾക്ക് ഇതൊരു ജനറൽ എക്സ്പ്രഷനാണ്. ഇത് നമ്മൾ ഡ്രൈ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ V2 എന്ന് പറയുന്നത് ഈ രണ്ടാമത്തെ നമ്മൾ ഈ സ്റ്റേജിലെടുത്ത ഒരു ഷ്രിങ്കേജ് ലിമിറ്റിൻ്റെ സ്റ്റേറ്റ് ആണെങ്കിൽ V2 എന്ന് പറയുന്നത് നമുക്ക് VD ആയിട്ട് എടുക്കാം, അതായത് ഡ്രൈ വോള്യൂം ആയിട്ട് എടുക്കാം. കാരണം ഈ സ്റ്റേറ്റിലും സെയിം വോള്യൂം തന്നെയല്ലേ വരുന്നത്. അപ്പം ഡ്രൈ വോള്യൂം ആയിട്ട് എടുക്കാം. W2 എന്ന് പറയുന്നത് WS ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പം നമ്മൾക്ക് അല്ലാത്ത സ്റ്റേറ്റിലൊരു ജനറൽ എക്സ്പ്രഷൻ ആണെങ്കിൽ ഷ്രിങ്കേജ് റേഷ്യോ എന്ന് പറയുന്നത് V1 - V2/VD/W1 - W2 ആണ്. അപ്പം നമുക്ക് W1 - W2 എന്ന് പറഞ്ഞാൽ വാട്ടർ കണ്ടൻറ്റിലുള്ള ചേഞ്ച് ആണല്ലോ. അപ്പം V1 ρW - V2 ρW അങ്ങനെയും എഴുതാമല്ലോ അതിന്. ഓക്കെ, അതായത് മാസ്, അതിൻ്റെ ഒരു മാസ് എടുക്കുക. മാസ് ഓഫ് വാട്ടർ ബൈ മാസ് ഓഫ് സോളിഡ് ആണല്ലോ വാട്ടർ കണ്ടൻറ്റ്. അപ്പം മാസ് ഓഫ് വാട്ടർ കണ്ടുപിടിക്കണമെങ്കിൽ V1 - V2 ρW എന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ മാസ് ഓഫ് വാട്ടർ കിട്ടുമല്ലോ, ഡിവൈഡഡ് ബൈ MS ആണ്. അപ്പം നമ്മൾക്ക് ഷ്രിങ്കേജ് റേഷ്യോന് നമ്മൾക്ക് ഇതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സെയിം സാധനം ഡിവൈഡഡ് ബൈ W1 - W2ൻ്റെ സ്ഥലത്ത് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എക്സ്പ്രഷൻ കിട്ടും, MS/VD ρW. അപ്പം VD/MS എന്ന് MS/VD എന്ന് പറഞ്ഞാൽ എന്താണ്? ρD, ഡ്രൈ ഡെൻസിറ്റിയാണ്, മാസ് ഓഫ് സോളിഡ് ബൈ വോള്യൂം ഓഫ് ഡ്രൈ സാമ്പിൾ. അപ്പോൾ അത് ρD ആണ്. അപ്പോൾ ρD/ρW എന്ന് പറഞ്ഞാൽ GM ആണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഷ്രിങ്കേജ് റേഷ്യോ എന്ന് പറഞ്ഞാൽ GMന് ഈക്വൽ ആണ് കിട്ടി. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കുക. ഷ്രിങ്കേജ് റേഷ്യോ GMന് ഈക്വൽ ആണ്, മാസ് സ്പെസിഫിക് ഗ്രാവിറ്റിക്ക് ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് ഷ്രിങ്കേജ് റേഷ്യോയ്ക്ക് ഇക്വേഷൻ കിട്ടി. ഷ്രിങ്കേജ് റേഷ്യോ ഇസ് ഈക്വൽ ടു GM എന്ന്, അതായത് മാസ് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന്. അപ്പം നമുക്ക് ഈ ഒരു സ്ഥലം ഇവിടെ നമ്മൾക്ക് GM മാസ് സ്പെസിഫിക് ഗ്രാവിറ്റി കിട്ടിയ സ്ഥലത്ത് ഷ്രിങ്കേജ് റേഷ്യോ എന്ന് എഴുതിയാലും കുഴപ്പമില്ല. അങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പം ഇനി അടുത്തൊരു ടേം നമുക്ക് വോള്യൂമെട്രിക് ഷ്രിങ്കേജ് ആണ്. അപ്പോൾ വോള്യൂം എത്ര ചുരുങ്ങുന്നു? അപ്പം മാക്സിമം വോള്യൂം എന്താവുക? വോള്യൂം ഡ്രൈ ആണ് ആവുക. അപ്പോൾ V1 - VD/VD × 100 ആണ് വോള്യൂമെട്രിക് ഷ്രിങ്കേജ് VSൻ്റെ ഇക്വേഷൻ. അപ്പം നമ്മൾക്ക് ഇവിടെ നമ്മൾക്ക് ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഷ്രിങ്കേജ് റേഷ്യോന് മാക്സിമം ഡ്രൈ സ്റ്റേറ്റ് എത്തുമ്പോൾ ഞാൻ പറഞ്ഞു V2 എന്ന് പറയുന്നത് VD ആകും, V2 എന്ന് പറയുന്നത് VD ആകും, W2 എന്ന് പറയുന്നത് WS ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സ്ഥലത്ത് ഇത് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഷ്രിങ്കേജ് റേഷ്യോ ഇസ് ഈക്വൽ ടു വോള്യൂമെട്രിക് ഷ്രിങ്കേജ് ബൈ W1 - WS എന്ന് കിട്ടും. അപ്പോൾ അങ്ങനെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വോള്യൂമെട്രിക് ഷ്രിങ്കേജ് ഇസ് ഈക്വൽ ടു ഷ്രിങ്കേജ് റേഷ്യോ ഇൻറ്റു W1 - WS എന്ന് കിട്ടി. അപ്പോൾ അതാണ് വോള്യൂമെട്രിക് ഷ്രിങ്കേജിൻ്റെ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് കുറച്ച് ഇക്വേഷൻസ് ഇവിടെ പഠിക്കാനുണ്ട്. അപ്പോൾ ഇതിൽ ഈ പിക്ചർ മാത്രം ഒന്ന് ഓർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേയൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഈ ഇക്വേഷൻസ് നമുക്ക് പഠിക്കാതെ വിടാൻ പറ്റും. പിന്നെ നമുക്ക് ഈ ഒരു ഇക്വേഷൻ, ഒരു ഷ്രിങ്കേജ് ലിമിറ്റിൻ്റെ ഈ ഇക്വേഷൻ എളുപ്പമായതുകൊണ്ട് നമുക്ക് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ ഓർത്ത് വയ്ക്കുക, 1/GM - 1/G എന്ന്.
പിന്നെ ഷ്രിങ്കേജ് റേഷ്യോ എന്ന് പറഞ്ഞിട്ടൊരു ടേം ഉണ്ട്, പിന്നെ വോളിമെട്രിക് ഷ്രിങ്കേജ് ഉണ്ട്. അപ്പോൾ വോളിമെട്രിക് ഷ്രിങ്കേജിൽ മൊത്തം വോളിയത്തിൻ്റെ ടേംസ് ആണ് വരിക. ഷ്രിങ്കേജ് റേഷ്യോയിൽ താഴത്ത് W1 - W2 എന്ന് വരും. അത് W2 V2 എന്നൊക്കെ പറയുന്നത് നമ്മൾക്ക് ഷ്രിങ്കേജ് ലിമിറ്റിലാണെങ്കിൽ W2 നമുക്ക് WS എന്നും V2 നമുക്ക് VD എന്നും വിളിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വോളിമെട്രിക് ഷ്രിങ്കേജിൻ്റെ ഈ എക്സ്പ്രഷൻ ഇതിൻ്റെ ഉള്ളിൽ ഇടാൻ പറ്റും. അപ്പോൾ നമുക്ക് അതേമാതിരി തന്നെ വേറൊരു ഇക്വേഷൻ ഷ്രിങ്കേജ് റേഷ്യോ GM എന്ന് കിട്ടി. അപ്പോൾ ആ GM ഈ ഇവിടെയുള്ള GMനെ ഷ്രിങ്കേജ് റേഷ്യോ എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനും പറ്റും. അങ്ങനെ പരസ്പരം നമുക്ക് ഇത് 3 റിലേഷനും തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അത് എളുപ്പത്തിൽ അങ്ങനെ പഠിക്കാം. ഇനി അടുത്തത് കുറച്ച് ഇൻഡെക്സസ് ആണ്. അപ്പോൾ ഇൻഡെക്സസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഷ്രിങ്കേജ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇവിടെ എന്താ സാധനം വരുന്നതെന്ന് പറഞ്ഞാൽ അതിവിടെ ഈ രണ്ടാമത്തെ അക്ഷരത്തിൽ വരും. ഈ എന്തിൻ്റെയൊക്കെ കേസിൽ ഷ്രിങ്കേജ് ഇൻഡെക്സിലും പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സിലും. അപ്പം IS എന്ന് പറയുന്നത് ഇവിടെ WS ഇവിടെ വരും. അപ്പോൾ WS കഴിഞ്ഞിട്ട് അടുത്തത് എന്താ വരിക? WP ആണ്. അപ്പോൾ അത് ഫസ്റ്റ് ടേം ആക്കിയിട്ട് എഴുതണം. അപ്പോൾ ഷ്രിങ്കേജ് ഇൻഡെക്സ് IS = WP - WS. അതേമാതിരി പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് IP = പ്ലാസ്റ്റിസിറ്റി P എന്നുള്ളത് ഇവിടെ രണ്ടാമത്തെ ടേമായിട്ട് വരണം. അപ്പം അതിൻ്റെ മുന്നിൽ അതിൽ വാട്ടർ കണ്ടൻറ്റ് കൂടിക്കഴിഞ്ഞാൽ അടുത്ത ലിമിറ്റ് എന്താ വരിക എന്നുള്ളത് അടുത്ത ടേമാക്കി എഴുതുക. അപ്പോൾ WL. അപ്പോൾ WL - WP പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ലിക്വിഡിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത് IL വെച്ച് റെപ്രസെൻറ്റ് ചെയ്യും. അതിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കൺസിസ്റ്റൻസി ഇൻഡെക്സും ലിക്വിഡിറ്റി ഇൻഡെക്സും അങ്ങനെ 2 ടേം ഉണ്ട്. എത്രമാത്രം ലിക്വിഡായിട്ട് അത് ബിഹേവ് ചെയ്യുന്നുള്ള രീതിയിലാണ്. അപ്പം എത്രമാസം ഈ ഒരു ലിക്വിഡിറ്റി ഇൻഡെക്സിൻ്റെ അടുത്ത് നമ്മുടെ വാട്ടർ കണ്ടൻറ്റ്, ഇതൊരു നാച്ചുറൽ സ്റ്റേറ്റിൽ ആ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റിലുള്ള അതിൻ്റെ വാട്ടർ കണ്ടൻറ്റാണ് W എന്ന് പറയുന്നത്. ഇവിടെയും അത് തന്നെയാണ്, ആ ഒരു നാച്ചുറൽ സ്റ്റേറ്റിലുള്ള വാട്ടർ കണ്ടൻറ്റാണ് ഈ W എന്ന് പറയുന്നത്. അപ്പം W എത്രമാത്രം WLൻ്റെ അടുത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് ലിക്വിഡിറ്റി ഇൻഡെക്സ്. അത് WL തന്നെയാണ് W എന്നുണ്ടെങ്കിൽ ഇത് 100% ആവും ലിക്വിഡിറ്റി ഇൻഡെക്സ്. അപ്പം നമ്മൾക്ക് ഇങ്ങനെ വേണം ടേം എഴുതാൻ വേണ്ടിയിട്ട്. W - WP WL - WP. ഈ WL - WP എന്ന് പറഞ്ഞാൽ IP ആണ്. ഇനി അടുത്തത് കൺസിസ്റ്റൻസി ഇൻഡെക്സ് IC എന്ന് പറയുന്നത് നമ്മൾക്ക് എത്രമാത്രം WPൻ്റെ അടുത്ത് നമ്മുടെ നാച്ചുറൽ വാട്ടർ കണ്ടൻറ്റ് നിൽക്കുന്നു എന്നുള്ളതാണ് കൺസിസ്റ്റൻസി ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ WL - W വരണം. ഈ ഒരു താഴത്തെ ടേമും മുകളിലത്തെ ടേമും തമ്മിലൊന്ന് എടുത്ത് നോക്കുക. നമ്മുടെ എന്തിനോടടുത്ത് നിൽക്കണം എന്നുള്ള സ്ഥലത്ത് വേണം നമ്മൾ W എഴുതുക എന്നുള്ളത്. താഴത്തെ എപ്പോൾ ഡിനോമിനേറ്ററിൽ IP അല്ലെങ്കിൽ WL - WP എന്നുള്ള ടേമാണ് താഴത്തുണ്ടാവുക. ഓക്കെ, അപ്പം ഇവിടെ WPൻ്റെ അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ WPൻ്റെ അടുത്ത് എത്രമാത്രം നിൽക്കുന്നു എന്നുള്ളതാണ് കൺസിസ്റ്റൻസി ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഫ്ലോ ഇൻഡെക്സ് ആണ്. ഫ്ലോ ഇൻഡെക്സ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഫ്ലോ കർവ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്പർ ഓഫ് ബ്ലോസ് എന്ന് പറഞ്ഞിട്ട് ഇത് ലോഗ് സ്കെയിലാണ് കേട്ടോ. ലോഗ് സ്കെയിലിൽ നമ്പർ ഓഫ് ബ്ലോസ് ഓർഡിനേറ്റ് ആയിട്ടും ആബ്സിസി ആയിട്ടും പിന്നെ വാട്ടർ കണ്ടൻറ്റ് ഓർഡിനേറ്റുമായിട്ട് വരച്ചിട്ട് നമ്മൾ ലിക്വിഡ് ലിമിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പഠിക്കുന്ന സമയത്ത് ഇതിൻ്റെ കർവ് വരയ്ക്കുന്ന ഈ കർവിന് ആണ് നമ്മൾ പറയുന്നത്, ഇതിൻ്റെ സ്ലോപ്പിനെയാണ് നമ്മൾ പറയുന്നത് ഫ്ലോ ഇൻഡെക്സ് എന്ന്. അപ്പോൾ സ്ലോപ്പിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഇവിടെ W1 - W2, അതായത് dy/dx അല്ലേ. അപ്പം W1 - W2 ഡിവൈഡഡ് ബൈ ഇതിൻ്റെ ഇവിടുത്തെ ആബ്സിസ്, അതായത് N2 - N1, അത് ലോഗിലല്ലേ. അപ്പോൾ log 10 N2/N1 വരും. അപ്പം അങ്ങനെ IF = W1 - W2 log 10 N2/N1. അപ്പം ഇറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് സോയിൽ ലൂസസ് ഇറ്റ്സ് ഷിയർ സ്ട്രെങ്ത് വിത്ത് ഇൻക്രീസ് ഇൻ വാട്ടർ കണ്ടൻറ്റ്. അപ്പോൾ വാട്ടർ കണ്ടൻറ്റ് കൂടുന്ന സമയത്ത് ഈ സോയിലിൻ്റെ ഷിയർ സ്ട്രെങ്ത് കുറഞ്ഞുകൊണ്ടിരിക്കും. അതായത് നമുക്കറിയാം ലിക്വിഡ് ലിമിറ്റിൽ 2.7 kN/m² ആണ് ഷിയർ സ്ട്രെങ്ത് എങ്കിൽ അതിൻ്റെ 100 ഇരട്ടിയാണ് പ്ലാസ്റ്റിക് ലിമിറ്റിൽ. അപ്പോൾ സോയിൽ നമ്മൾ വാട്ടർ കണ്ടൻറ്റ് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ ഷിയർ സ്ട്രെങ്ത് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം അതിൻ്റെ റേറ്റാണ് ഇവിടെ പറയുന്നത്. അപ്പം 2 സ്ലോപ്പ് എടുക്കുക. ഇവിടെ ഇങ്ങനൊരു സ്ലോപ്പ് ഉണ്ട്, IF2 എന്നാണ് ഇതിന് പറയുന്നത്. ഇതിന് IF1 എന്ന് പറഞ്ഞാൽ 2 സ്ലോപ്പ് എടുക്കുക. അപ്പോൾ ഈ ഒരു സ്ലോപ്പ് എടുക്കുന്നതുകൊണ്ട് തന്നെ സ്റ്റീപ്പറായിട്ടുള്ള ഈ ഒരു IF2-നായിരിക്കും മാക്സിമം വാല്യൂ. അതായത് ഈ സ്ലോപ്പ് കൂടുതൽ IF2-നാണ്. IF1 ഒരു കുറഞ്ഞ സ്ലോപ്പാണ്. അപ്പോൾ IF1 ഇസ് ലെസ്സർ ദാൻ IF2. അപ്പോൾ IF2-ൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു W1ഉം W2 പെർട്ടിക്കുലർ വാല്യൂ തന്നെ എടുക്കുമ്പോൾ ഈ വാട്ടർ കണ്ടൻറ്റ് നമ്മൾക്ക് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ നമ്പർ ഓഫ് ബ്ലോസ് എന്ന് പറയുന്നത് നോക്കൂ. ഇവിടെ ഈ ഒരു പെർട്ടിക്കുലർ W1-നെ W2 ആക്കണമെങ്കിൽ ഇത്ര നമ്പർ ഓഫ് ബ്ലോസ് ആണ്. പക്ഷേ ഇപ്പുറത്ത് നോക്കൂ, ഇവിടെ ഈ ഒരു കർവ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന് തന്നെ ഇത്ര നമ്പർ ഓഫ് ബ്ലോസ് വേണം അല്ലേ. അപ്പം എന്താണ് ഈ നമ്പർ ഓഫ് ബ്ലോസ് കൂടുമ്പോൾ ഇപ്പോൾ ടു ഡിക്രീസ് ദ വാട്ടർ കണ്ടൻറ്റ് ഫ്രം W1 to W2
ലെസ്സർ നമ്പർ ഓഫ് ബ്ലൂസ് ആണ് ഉള്ളത്. അപ്പം പെട്ടെന്ന് തന്നെ വാട്ടർ കണ്ടൻറ്റ് മാറുകയാണ്. അപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ലെസ്സറാണ് ഷിയർ സ്ട്രെങ്ത്. അപ്പം ഈ ഒരു ഫ്ലോ ഇൻഡെക്സ് കൂടുന്നതിനനുസരിച്ച് ഷിയർ സ്ട്രെങ്ത് കുറവായിരിക്കും. അപ്പം ഇത് IF1 എന്ന് പറയുന്ന ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ കുറച്ചുകൂടി ഷിയർ സ്ട്രെങ്ത് ഉണ്ടാവും. കാരണം നമ്പർ ഓഫ് ബ്ലൂസ് കൂടുതൽ നമ്മൾ എടുക്കണം വാട്ടർ കണ്ടൻറ്റിൻ്റെ വ്യത്യാസത്തിന്. അപ്പോൾ ഷിയർ സ്ട്രെങ്ത് കുറച്ചുകൂടി കൂടുതലായിരിക്കും. അതാണ് ഫ്ലോ ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പം അത്രയാണുള്ളത്. ഇനി ടഫ്നെസ് ഇൻഡെക്സ് IT എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ IP/IF ആണ്. ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് ഷിയർ സ്ട്രെങ്ത് ഓഫ് സോയിൽ അറ്റ് പ്ലാസ്റ്റിക് ലിമിറ്റ്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. പ്ലാസ്റ്റിക് ലിമിറ്റിലുള്ള ഷിയർ സ്ട്രെങ്ത്തിൻ്റെ മെഷർമെൻ്റ് ആണ് ഇൻഡയറക്ട്ലി ഈ ടഫ്നെസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. 0 to 3 റേഞ്ച് വരെയാണ് അതുള്ളത്. ഇനി കൺസിസ്റ്റൻസി ഇൻ ടേംസ് ഓഫ് IC ആൻഡ് Q. IC എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസി ഇൻഡെക്സും QU എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത്തുമാണ്. അതായത് ഫെയിലിയർ ലോഡ് ബൈ ഏരിയ, അതാണ് അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പം നമ്മൾ കൺസിസ്റ്റൻസി ഇതൊരു ആ ലിമിറ്റ് റേഞ്ച് ഏകദേശം ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും. വെരി സോഫ്റ്റാണ് കൺസിസ്റ്റൻസി എങ്കിൽ 0 to 25 ആയിരിക്കും കൺസിസ്റ്റൻസി ഇൻഡെക്സ്. പിന്നെ ഒരു കാര്യം പറയാൻ വേണ്ടി വിട്ടു, ഇവിടെ ഈ IC + IL നമ്മൾ പ്ലസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 1 അല്ലെങ്കിൽ 100% ഇതായിരിക്കും അതിൻ്റെ വാല്യൂ. ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. കൺസിസ്റ്റൻസി ഇൻഡെക്സ് പിന്നെ ലിക്വിഡിറ്റി ഇൻഡെക്സും പ്ലസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1 ആയിരിക്കും കിട്ടുക, അല്ലെങ്കിൽ 100% ആയിരിക്കും കിട്ടുക. അപ്പം അത്രയാണുള്ളത്. ഇനി കൺസിസ്റ്റൻസി വെരി സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ 0 to 25 ആണ്. അതിൻ്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ less than 25 kN/m² ആണ്. അപ്പോൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഒക്കെ തന്നിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ നല്ലതായിരിക്കും. ഇനി അടുത്തത് സെൻസിറ്റിവിറ്റിയാണ്. അപ്പോൾ ക്ലേ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ സ്റ്റേറ്റിൽ അതിനൊരു സ്ട്രെങ്ത് ഉണ്ടാവും. അപ്പം അതിന് നമ്മൾ കൈ കൊണ്ട് അതിനെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ട്രെങ്ത് നമുക്ക് ലൂസ് ആവും. അപ്പോൾ അത് റിമൂവ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സ്ട്രെങ്ത് നമ്മൾക്ക് കുറച്ച് ലൂസ് ആവും. അപ്പോൾ അത് ലൂസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സോയിലിനൊരു സ്ട്രക്ചർ ഉണ്ടാവും, അതിൻ്റെ ഉള്ളിൽ വാട്ടർ ഉണ്ടെങ്കിൽ അതിനും ഒരു ഓറിയൻറ്റേഷൻ ഉണ്ടാവും. അപ്പം അതിൻ്റെ രണ്ടിൻ്റെ ആ ഒരു അറേഞ്ച്മെൻറ്റ് കാരണമാണ് അതിന് സ്ട്രെങ്ത് ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ റിമൂവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അറേഞ്ച്മെൻ്റ് ഒക്കെ മിസ്അലൈനായിട്ട് കിടക്കും. അപ്പോൾ അതിൻ്റെ സ്ട്രെങ്ത് കുറച്ച് ലൂസ് ചെയ്യും. അപ്പോൾ അതാണ് നമുക്കൊരു സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നൊരു ടേം വരുന്നത്. സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് QU അൺഡിസ്റ്റർബ്ഡ് ബൈ QU റിമൂവ്ഡ് ആണ്. QU എന്ന് പറയുന്നത് അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് ക്ലേ ആണ്. അപ്പം സെൻസിറ്റിവിറ്റി പല ടൈപ്പ് ക്ലേ മിനറലിനും പലതായിരിക്കും. അപ്പോൾ പല റേഞ്ചും ഉണ്ട്. ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ ഇൻസെൻസിറ്റീവ്, അങ്ങനെ പല റേഞ്ചും ഉണ്ട്. അപ്പോൾ തിക്സോട്രോഫി എന്ന് പറയുന്നത് ഈ ലോസ് ഓഫ് സ്ട്രെങ്ത് ആണ്. അപ്പോൾ റിമോൾഡിങ് കാരണം ഒരു സ്ട്രെങ്ത് ലൂസ് ആവുമല്ലോ, ആ ലോസ് ഓഫ് സ്ട്രെങ്ത് ആണ് തിക്സോട്രോഫി എന്ന് പറയുന്നത്. ലോസ് ഓഫ് സ്ട്രെങ്ത് ഓഫ് സോയിൽ ഡ്യൂ ടു റിമോൾഡിങ്. പിന്നെ ആക്ടിവിറ്റി ഓഫ് സോയിൽ എന്ന് പറയുന്നത് ഈ ക്ലേ മിനറൽസ് ഉള്ള സോയിലിൻ്റെ ഒരു സംഭവമാണ്. അപ്പം IP/F എന്നാണ് ആക്ടിവിറ്റി A എന്ന് വെച്ച് റെപ്രസെൻറ്റ് ചെയ്താൽ ദാറ്റ് ഈസ് ഈക്വൽ ടു IP/F. IP എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് വിച്ച് ഇസ് WL - WP. F എന്ന് പറയുന്നത് ക്ലേയി ഫ്രാക്ഷൻ ആണ്, ദാറ്റ് ഈസ് പെർസെൻറ്റേജ് ഫൈനർ ദാൻ 2 മൈക്രോൺ. അപ്പോൾ A എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മെഷർ ഓഫ് വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഓഫ് ക്ലേയി സോയിൽ. അപ്പോൾ ക്ലേയി സോയിലിൽ കൂടുതൽ വാട്ടർ കണ്ടൻറ്റ് എത്രമാത്രം ഹോൾഡ് ചെയ്യാൻ പറ്റും അതിൻ്റെയാണ്. അപ്പം നമുക്ക് ഈ ഷ്രിങ്കേജ് ആൻഡ് സ്വെല്ലിംഗ് ക്യാരക്ടറിസ്റ്റിക് ഒക്കെ ഈ ആക്ടിവിറ്റി ആയിട്ട് ലിങ്ക്ഡ് ആണ്. അപ്പം മോർ ആക്ടിവിറ്റി ഉള്ള സോയിലിന് മോർ ആയിരിക്കും അതിൻ്റെ ഷ്രിങ്കേജ് ആൻഡ് സ്വെല്ലിംഗ് ക്യാരക്ടറിസ്റ്റിക്. അപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് ഈ ഒരു ഇത് നോക്കിയാൽ മനസ്സിലാവും. പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സും ക്ലേ ഫ്രാക്ഷനും ഇതിൻ്റെ സ്ലോപ്പാണല്ലോ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സ്ലോപ്പ് കൂടുതലുള്ളതിന് ആക്ടിവിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ ഈ A3 എന്ന് പറയുന്നത് നമ്മൾ മോൺമോറലിനായിട്ടാണ്. അപ്പോൾ അതിന് ആക്ടിവിറ്റി കൂടുതലാണ്, ഹൈ സ്വെല്ലിംഗ് ആൻഡ് ഷ്രിങ്കിങ് ക്യാരക്ടറിസ്റ്റിക് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ആക്ടിവിറ്റി ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 4. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. പിന്നെ A2 എന്ന് പറഞ്ഞാൽ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇലൈറ്റിനെയാണ്. അതിൻ്റെ ആക്ടിവിറ്റി ഈസ് ഫ്രം 1 to 2. പിന്നെ അടുത്തത് A1 എന്ന് പറയുന്നത് കാൽനൈറ്റ് ആണ്. അതിൻ്റെ ആക്ടിവിറ്റി ലെസ് ദാൻ 1 ആണ്. അതിൻ്റെ സ്ലോപ്പ് വളരെ കുറവാണ്. അപ്പോൾ ആക്ടിവിറ്റി എന്ന് പറയുന്നത് വളരെ കുറവാണ് അതിന്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ്. A ലെസ് ദാൻ 0.75 ആണെങ്കിൽ ഇന്നാക്റ്റീവ് ആണ്, 0.75 to 1.25 ആണെങ്കിൽ നോർമലാണ്, ഗ്രേറ്റർ ദാൻ 1.25 ആണെങ്കിൽ ആക്റ്റീവ് ആണ്. അപ്പോൾ അത്രയാണുള്ളത്. ഇനി വേരിയേഷൻ ഓഫ് ലിക്വിഡ് ലിമിറ്റ് ആൻഡ് പ്ലാസ്റ്റിക് ലിമിറ്റ് വിത്ത് റെസ്പെക്ട് ടു പാർട്ടിക്കിൾ സൈസ്. അപ്പം നമുക്ക് ഈ ഒരു പാർട്ടിക്കിൾ സൈസ് ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സിൽറ്റ് റേഞ്ച് ഉണ്ട്, ക്ലേ റേഞ്ച് ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കിയാൽ നമ്മുടെ ലിക്വിഡ് ലിമിറ്റിൻ്റെ സ്ലോപ്പ് വളരെ കൂടുതലാണ് പ്ലാസ്റ്റിക് ലിമിറ്റിനെ അപേക്ഷിച്ച്. അപ്പോൾ ലിക്വിഡ് ലിമിറ്റ് മൈനസ് പ്ലാസ്റ്റിക് ലിമിറ്റ് എന്നുള്ള വാല്യൂ ആണ് നമ്മുടെ IP. അതായത് നമ്മൾ IP വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യാറ് പൊതുവേ.
പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ്. അപ്പം ഐ പിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ എന്താണ് വരുന്നതെന്നാണ്. അപ്പം നമ്മൾ സിൽറ്റിൻ്റെ വെച്ച് നോക്കുമ്പം സിൽറ്റിന് ഐ പി കുറവായിരിക്കും. ക്ലേ ഫ്രാക്ഷനിലേക്ക് വരുമ്പോഴത്തേക്കും ഐ പി കൂടി വരികയാണ്. അപ്പം ലിക്വിഡ് ലിമിറ്റാണ് കൂടുതൽ സ്ലോപ്പ് ഉള്ളത്, പക്ഷേ ഐ പി മൊത്തത്തിൽ ഈ ക്ലേ പാർട്ട് സൈസിലേക്ക് വരുമ്പം സൈസ് കുറഞ്ഞുകൊണ്ട് വരുമ്പം ഐ പി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം സിൽറ്റ് കണ്ടൻറ്റ് ഈ സോയിലിൽ മിക്സ് ആയിട്ടാണ് ഉള്ളതെങ്കിൽ നമ്മുടെ ഈ ഐ പി കുറച്ചുകൂടി കുറച്ചുകൂടി കുറഞ്ഞിട്ട് വരും. അപ്പം ഐ പി എന്ന് പറയുന്നത് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ഫൈൻനെസ് ഓഫ് സോയിൽ ആൻഡ് ദ എമൗണ്ട് ഓഫ് ക്ലേ പ്രസൻറ്റ് ഇൻ സോയിൽ. അപ്പം അതാണുള്ളത്. സോയിലിൽ ക്ലേ കൂടുതലാണെങ്കിൽ ഐ പി കൂടുതലായിരിക്കും. അപ്പോൾ ഫൈൻനെസ്സും സിൽറ്റാണോ ക്ലേ ആണോ മിക്സ്ചർ ആണോ അതിൻ്റെയൊക്കെ ഒരു ഇൻഡിക്കേറ്റ് ചെയ്യുന്നൊരു ഫാക്ടറാണ് ഐ പി എന്ന് പറയുന്നത്. അപ്പോൾ അത്രയാണ് ഉള്ളത്. അപ്പോൾ ഇനി അടുത്തത് ട്രൈഡ് യുവർ സെൽഫ് ഉണ്ട്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക. ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം അതൊന്നും ചെയ്ത് നോക്കുക, ട്രൈഡ് യുവർ സെൽഫ്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇത് നിങ്ങൾക്ക് ഇത് മാക്സിമം ഒരു എന്താ പറയുക ഇൻഫോർമേറ്റീവ് ഉള്ള രീതിയിലാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് ഒരു നഷ്ടം വരില്ല. പക്ഷേ എനിക്കത് അങ്ങനെ ചെയ്യുമ്പോൾ എനിക്കൊരു മോട്ടിവേഷനാണ് ഇനിയും വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താത്തവരൊക്കെ ഒന്ന് ചെയ്യുക, ഒന്ന് ആ ബെൽ ബട്ടണും കൂടി ഒന്ന് നിർത്തുക. ഇതിന് നോട്ട്സ് ടെലിഗ്രാം ചാനൽ ഉണ്ടാവും, അതൊന്ന് പോയിട്ട് നോക്കുക. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.